ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 6ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ എല്ലാ വിഷയങ്ങളും മറ്റൊരു ചോദ്യപേപ്പർ കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ ചോദ്യപേപ്പറിൻ്റെ കൂടെ പാഠഭാഗം കൂടുതലായിട്ട് റിവിഷൻ പറയുന്നില്ല. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ പാഠഭാഗങ്ങൾ റിവിഷനായിട്ട് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇതിൽ ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ അടയാളപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ വന്നത്? ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഇവിടെ പെരുന്നാൾ നിസ്കാരമാണ് ജമാഅത്ത് സുന്നത്തുള്ളത്. നമുക്കത് ടിക്ക് ചെയ്യാം. പെരുന്നാൾ നിസ്കാരമാണ്, ളുഹാ നിസ്കാരം, ഇസ്തിഹാറ, അതൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ്. അടുത്തതാ, ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്താണ്? ശുക്റിൻ്റെ സുജൂദ്. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. മനസ്സിലാക്കാം, അത് അടയാളപ്പെടുത്താം. അടുത്തതാ, ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. കറാഹത്താണ്. അടുത്ത, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയണം. എപ്പോഴാണ്? വിത്തറിന് ശേഷം. വിത്തറിന് ശേഷമാണ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയേണ്ടത്. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ 4ആണ്. 4. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിസ്കാരത്തിൻ്റെ പുറത്താണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ 4. അപ്പോൾ നിസ്കാരത്തിൽ എന്താണ്? സജദ് തിലാവത്തിയുടെ ഒരു ഫർളാണുള്ളത്. ഒരു ഫർളാണുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ, നിസ്കാരം നിർബന്ധമായത് നുബുവത്തിൻ്റെ 10ാം വർഷമാണ്. നുബുവത്തിൻ്റെ 10ാം വർഷം. നിസ്കാരം നിർബന്ധമായത് നുബുവത്തിൻ്റെ 10ാം വർഷം. അടുത്തത് എന്താണ്? മാച്ച് ചെയ്യാനാണ്. ചേരുംപടി ചേർക്കാൻ. ഗ്രഹണ നിസ്കാരം. ഗ്രഹണ നിസ്കാരം എത്ര റക്അത്താണ് എന്നാണ്. ഗ്രഹണ നിസ്കാരം അതായത് ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഗ്രഹണത്തിൻ്റെ സമയം. അത് 2 റക്അത്താണ്. അപ്പോൾ നമുക്കതിൻ്റെ സി അവിടെ എഴുതി കൊടുക്കാം. അടുത്തത്, വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം. വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം 11 റക്അത്താണ്. 11 റക്അത്ത്. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണതയുടെ ചെറിയ രൂപം 3 റക്അത്തുകളുമാണ്. 11 റക്അത്താണ് പരിപൂർണമായ രൂപം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ എത്ര? റവാത്തിബ് സുന്നത്തുകൾ 22ആണ്. അതിൽ മുഅക്കദായത് 10ആണ്. 10. അപ്പം അതിൻ്റെ എ എന്നത് നമുക്ക് 10 എഴുതാം. റവാത്തിബ് 22ആണ്, മുഅക്കദായത് 10. അപ്പോൾ അത് മനസ്സിലാക്കാം. അതിൻ്റെ എ എഴുതി കൊടുക്കാം. അടുത്തതാ, ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ളുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 8 റക്അത്ത്. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. ഏറ്റവും ശ്രേഷ്ഠമായത് 8 റക്അത്താണ്. ളുഹ ചുരുങ്ങിയത് 2 റക്അത്തും ഏറ്റവും ശ്രേഷ്ഠമായത് 8ഉമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എന്താണ്? 20 റക്അത്താണ് തറാവീഹ്. റമദാനിലെ രാത്രികളിൽ 10 സലാമോടെ നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരമാണ് തറാവീഹ്. ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ അതൊക്കെ പാഠത്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ്? 1 റക്അത്തിൽ 2 ഖിയാമും 2 റുക്കൂവും ഉണ്ടാകുന്ന നിസ്കാരം ഏതാണ്? ഗ്രഹണ നിസ്കാരം. 2ാം ഖിയാമിലേക്കും 4ാം ഖിയാമിലേക്കും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാണ് ഉയരേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം, ചോദ്യമായിട്ട് വരും. പിന്നെ അതുപോലെ ഇസ്തിഷ്കാ നിസ്കരിക്കുക. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്ത് ഉള്ള നിസ്കാരമാണ് ഇസ്തിഷ്കാ. ഇത് പെരുന്നാൾ നിസ്കാരം പോലെ 2 റക്അത്താണ്. ഈ നിസ്കാരത്തിൽ ഖുതുബയിൽ തക്ബീറിന് പകരം ഹത്തീബ് ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്.
അദാനിന് നിയമിക്കപ്പെട്ടവൻ ഡേഷ് അറിയുന്നവനും ആവണം. എന്താണ്? മുക്കല്ലഫും വിശ്വസ്തനും സമയം അറിയുന്നവനുമാവണം. മുക്കല്ലഫും വിശ്വസ്തനും സമയം അറിയുന്നവനുമാവണം. അടുത്തത് സുബഹിന്റെ സമയം ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. നമ്മൾ നിസ്കാരത്തിന്റെ ഓരോന്നിൻ്റെയും സമയം പഠിച്ചിട്ടുണ്ട് ഒരു പാഠത്തിൽ. അപ്പം അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പം അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുബിയാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. സൂര്യൻ അസ്തമിച്ചത് മുതൽ ഡേഷ് കടും ചുവപ്പ് മായുന്നത് വരെ. എന്താണ്? മേഘത്തിലെ കടും ചുവപ്പ് മായുന്നത് വരെ മഗ്‌രിബിന്റെ സമയമാണ്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ റമളാനിലെ അവസാന 10കളിൽ ഇത്തികാഫ് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ റമളാനിലെ അവസാന 10കളിൽ ഇത്തികാഫ് ചെയ്തിരുന്നു. അടുത്തത് അത്തായ സമയമാണ് ഡേഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. ഏത് നിസ്കാരത്തിനാണ്? തഹജ്ജുദ് നിസ്കാരത്തിന്. തഹജ്ജുദ് നിസ്കാരത്തിന് അത്തായ സമയമാണ് ഏറ്റവും ഉത്തമം. അത് എത്ര റക്അത്താണ്? അത് 2 റക്അത്ത് മുതൽ എത്രയും നിസ്കരിക്കാം. ഇശാഇന് ശേഷം ഉറങ്ങി ഉണർന്നത് മുതൽ സുബ്ഹി വരെയാണ് അതിൻ്റെ സമയം. അത്തായ സമയമാണ് അതിന് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? നിങ്ങൾ രാത്രി നിസ്കരിക്കണം. അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. അത് അല്ലാഹു തആലയോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗവുമാണ്. പാപം ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നു. മോശമായ പ്രവൃത്തികൾക്കുള്ള പ്രായശ്ചിത്തമാകുന്നു. ശരീരത്തിൽ നിന്നും രോഗത്തെ പുറന്തള്ളുന്നു. അതൊക്കെ തഹജ്ജുദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. മനസ്സിലാക്കുക. അടുത്ത സൂര്യൻ ഉദിച്ചു പൊങ്ങിയത് മുതൽ ഡേഷ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യൻ ഉദിച്ചു പൊങ്ങിയത് മുതൽ ളുഹ്ർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അടുത്ത് സജദ വജ്ഹിയ ലില്ലദി ഹലക്കഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലി വഖുവത്തിൻ. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റാണ്. സജദ വജ്ഹിയ ലില്ലദി ഹലക്കഹു വസവ്വറ വശക്ക സംഅഹു വബസറഹു ബിഹൗലി വഖുവത്തിൻ എന്നത്. അപ്പോൾ അത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കി പഠിക്കാം. അല്ലെങ്കിൽ ചോദ്യമായിട്ടും വരാം. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ഏത് എന്ന്. അപ്പം അത് നമുക്ക് എഴുതാൻ കഴിയണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. ഒരു റക്അത്തിൽ 2 റുക്കൂഉള്ള നിസ്കാരം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രഹണ നിസ്കാരമാണ്. ഒരു റക്അത്തിൽ 2 റുക്കൂഉള്ളത് ഗ്രഹണ നിസ്കാരത്തിലാണ്. അടുത്തത് അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം ഏത്? അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം മസ്ജിദുകളാണ്. മസ്ജിദുകൾ. അടുത്തത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കുന്നതിൻ്റെ വിധി എന്ത്? അവർക്ക് നിസ്കാരം പിന്തിക്കൽ നിർബന്ധമാണ്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ നിർബന്ധമാണ്. അടുത്തത് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം 1,00,000 1,00,000 പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിൽ 1,00,000. അതുപോലെ മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദായ മസ്ജിദുൻ നബവിയിൽ ഒരു നിസ്കാരം 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു നിസ്കാരം 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പിന്നെ മസ്ജിദുൽ അഖ്സ, അവിടെ ഒരു നിസ്കാരം 500 മറ്റു മസ്ജിദുകളിലെ 500 നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. മസ്ജിദുൽ അഖ്സ അത് ബൈത്തുൽ മുഖദ്ദസിലാണ് മസ്ജിദുൽ അഖ്സ. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നിസ്കാരത്തിൽ വസ്വാസുണ്ടാക്കുന്ന ശൈത്താനാണ് ആര്? നിസ്കാരത്തിൽ വിശ്വാസുണ്ടാക്കുന്ന ശൈത്താനാണ് ഹിൻസിബ്. അപ്പോൾ അത് ഹിൻസിബ് എന്ന് എഴുതാം. അടുത്തതാ, അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ച സഹാബി ആരായിരുന്നു? ദുൽയദൈൻ. നിങ്ങളെ 14ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഒരിക്കൽ അസ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് കഴിഞ്ഞു സലാം ചൊല്ലി. അപ്പോൾ ദുൽയദൈൻ എന്ന സഹാബി ചോദിച്ചു, അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദുൽയദൈൻ എന്നാണ്.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ഹിൻസിബ് എന്ന ശൈത്താനാണ് നിസ്കാരത്തിന് തടസ്സം വരുത്തുന്നത്, ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ആര്? ശൈത്താൻ എൻ്റെ നിസ്കാരത്തിൽ തടസ്സം വരുത്തുന്നു, എൻ്റെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ഇത് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ്. ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് പരാതി പറഞ്ഞത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഹിൻസിബ് എന്ന ശൈത്താനാണ് എന്ന് പറഞ്ഞത്. അപ്രകാരം വസ്വാസ് ഉണ്ടായാൽ അഊദ് ചൊല്ലുകയും ഇടത് ഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ എൻ്റെ വസ്വാസ് മാറിപ്പോയി എന്ന്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹ, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. അടുത്തത് 25. നിസ്കാരത്തിലല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? നിസ്കാരത്തിലല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ളത്: പ്രസവിച്ച കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇഖാമത്തും ചൊല്ലൽ സുന്നത്താണ്. യാത്രക്കാരൻ്റെ പിറകിലും ഇപ്രകാരം സുന്നത്താണ്. എന്നാൽ ദുഃഖിതൻ്റെയോ കോപമുള്ളവൻ്റെയോ സ്വഭാവം മോശമായ വ്യക്തിയുടെയും ചെവിയിൽ അദാൻ മാത്രമാണ് സുന്നത്തുള്ളത്. അപ്പോൾ ഇവിടെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ. അപ്പം അത് മനസ്സിലാക്കുക. പ്രസവിച്ച കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇഖാമത്തും, യാത്രക്കുരുങ്ങുന്നതിൻ്റെ പിറകിൽ നിന്നും അദാനും ഇഖാമത്ത് സുന്നത്താണ്. അദാൻ മാത്രം സുന്നത്തുള്ളത്. ചോദ്യം വന്നാൽ ദുഃഖിതൻ്റെയും കോപമുള്ളവൻ്റെയും സ്വഭാവം മോശമായ വ്യക്തിയുടെയും ചെവിയിൽ അദാൻ മാത്രമാണ് സുന്നത്തുള്ളത്. പിന്നെ അഗ്നിബാധയുണ്ടാകുന്ന സമയത്തും അദാൻ സുന്നത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അദാൻ മാത്രം സുന്നത്തുള്ളതും അദാനും ഇഖാമത്ത് സുന്നത്തുള്ളതും പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളെ 10ാമത്തെ പാഠത്തിലാണൊക്കെ പറയുന്നത്. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്കാണ്? മസ്ജിദിൽ പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അടുത്തത് ശുക്രിൻ്റെ സുജൂദ് സുന്നത്തുള്ള 2 സന്ദർഭങ്ങൾ എഴുതാൻ. എപ്പോഴൊക്കെയാണ് ശുക്രിൻ്റെ സുജൂദ് സുന്നത്തുള്ളത്? അപ്രതീക്ഷിതമായി അപകടമുണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ദീപത്തിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിക്കുകളെ കാണുമ്പോഴും ശുക്രിൻ്റെ സുജൂദ് സുന്നത്താണ്. അപ്പം അതിൽ 2 എഴുതിയാൽ മതി. അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും മുസീബത്തിലകപ്പെട്ടവനെ കാണുമ്പോഴും. അത് 2 നമുക്ക് ഇവിടെ എഴുതാം. അപ്പം അത് മനസ്സിലാക്കുക. നിങ്ങളെ 14ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അത്. അടുത്തത് മഅ്മൂം അബ്ആദ് സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഇമാമിനോട് ചേരാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോകണം. ഇമാമിനോട് ചേരാൻ വേണ്ടിയിട്ട് അതിലേക്ക് തിരിച്ചു പോകണം. അബ്ആദ് സുന്നത്ത് മറന്നു പോയാൽ, മഅ്മൂം അബ്ആദ് സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാലാണ് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഏത്? ളുഹാ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയം. ഇതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെതും തറാവീഹ് നിസ്കാരത്തിൻ്റെ ഒക്കെ ചോദ്യം വരാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പാഠം നന്നായി മനസ്സിലാക്കുക. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങളിൽ 4 എഴുതുക. ഏതൊക്കെയായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 സ്ഥലങ്ങളിൽ വെച്ച് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. 7 സ്ഥലങ്ങൾ: മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം എന്നിവയാണത്. അപ്പോൾ അത് 7 സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 എഴുതാനാണ്. അപ്പം മനസ്സിലാക്കി പഠിക്കുക. അടുത്തതിന് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. അപ്പം 5 വരിയിൽ കുറയാതെ എഴുതാൻ നിങ്ങളെല്ലാ പാഠത്തിൻ്റെയും, നിങ്ങൾക്ക് എത്ര പാഠമാണ് എക്സാമിനുണ്ട് അതിൻ്റെ എല്ലാ പാഠത്തിൻ്റെയും തഹ്സീസ് വരുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്ന് തന്നെയാണ്
എല്ലാവർക്കും 5 വരി കുറയാതെ എഴുതാൻ വരാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇന്നത് തന്നെ വരണമെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പോൾ അത് മനസ്സിലാക്കുക. നിസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളെ 13ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നുബുവത്തിൻ്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിറാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമായത്. 5 വക്ത് നിസ്കാരം അല്ലാഹു തആല അടിമകൾക്ക് നിർബന്ധമാക്കി. അവ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? മുസ്ലിമും മുക്കല്ലഫും ഹൈദും നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ ബുലൂഇന് മുമ്പ്, തമീസിനു ശേഷവും, ഭ്രാന്തിൻ്റെയും ബോധക്ഷയത്തിൻ്റെയും സമയത്തും ഖളാ നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ സുന്നത്താണ്. ഓപ്പറേഷൻ പോലുള്ള അനിവാര്യമായ കാര്യത്തിന് വേണ്ടി ബോധം നീക്കിയാലും അതേ വിധിയാണ്. അപ്പോൾ അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വരുന്നത് എന്താണ്? മസ്ജിദിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ്. മസ്ജിദിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്തൊക്കെയാണ് അവിടെ വന്നത്? 11ാമത്തെ പാഠത്തിലാണ് മസ്ജിദിൻ്റെ മഹത്വത്തെക്കുറിച്ചും നക്തുബുൽ ഫിക്റായിട്ട് വന്നിട്ടുണ്ട്. എഴുത്തിക്കാഫിനെ കുറിച്ചിട്ടും മസ്ജിദിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടൊക്കെ എഴുതാൻ. അപ്പോൾ അതിനാണ് ഇത് വന്നത്. മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എന്ത് എഴുതാം? അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ് മസ്ജിദ്. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമാണ് മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടിയാണ്. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എൻ്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെ നിനക്ക് അയൽവാസികൾ ഉണ്ടാകും? അല്ലാഹു തആല പറയും, എവിടെ മസ്ജിദ് പരിപാലിക്കുന്നുവോ, മസ്ജിദുകൾ വൃത്തിയാക്കുന്ന സുഗന്ധം പൂശൽ മുഅക്കദായ സുന്നത്താണ്. ഇബാദത്ത് ചെയ്യുക, നിക്കാഹ് ചെയ്യുക, എഴുത്തിക്കാഫ് ഇരിക്കുക, ഖുർആൻ പാരായണം എന്നിവ പള്ളിയിൽ വെച്ചാണ് ചെയ്യേണ്ടത്. പള്ളിയിൽ കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. ആ പാഠത്തിൽ തന്നെ പിന്നെ ഒരു പാരഗ്രാഫ് എഴുത്തിക്കാഫ് ഇരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും തഹ്സീസ് നന്നായി മനസ്സിലാക്കി പഠിക്കുക, പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.